എൻ്റെ ശക്തി അറിയാനായിട്ട് അദ്ദേഹം എന്നെ ചലഞ്ച് ചെയ്ത് വന്നിരിക്കുകയാണ്. ഞാൻ മറ്റുള്ളവരെ പോലെ തന്നെ വന്നിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തോടൊന്ന് മത്സരിച്ചിട്ട് എനിക്ക് ശക്തിയുണ്ടോ എന്ന് ഞാൻ തന്നെ മനസ്സിലാക്കാൻ പോകുന്നു. സീലിയ. യങ് ജെൻറ്റിൽമാൻ, യുവർ സ്പിരിറ്റ്സ് ആർ ടു ബോൾഡ് ഫോർ യുവർ ഇയേഴ്സ്. ഇപ്പോൾ പറയുന്നു, നിനക്ക് വളരെയധികം ആത്മവീര്യമുണ്ട്, അത് നിൻ്റെ പ്രായത്തെക്കാളും കവിഞ്ഞതാണ്. ഇറ്റ്സ് ടു ബോൾഡ് ഫോർ യുവർ ഇയേഴ്സ് മീൻസ് ഇറ്റ് ഈസ് മോർ ദാൻ യുവർ ഏജ്. യു ഹാവ് സീൻ ക്രൂവൽ പ്രൂഫ് ഓഫ് ദ മാൻസ് സ്ട്രെങ്ത്. നിനക്ക് ഓൾറെഡി അറിയാം അദ്ദേഹം വളരെ ക്രൂരനാണ്. അദ്ദേഹത്തിൻ്റെ ശക്തിയുടെ തെളിവുകളൊക്കെ നമുക്ക് കിട്ടിയതാണ്. ഓൾറെഡി നമുക്കൊരു സ്റ്റോറി മനസ്സിലായി അല്ലേ? ദാറ്റ് എ ക്രൈയിങ് ഫാദർ വാസ് ലിവിങ് വിത്ത് ഹിസ് 3 sons who had already been defeated and all of their ribs were broken mercilessly. Right? വാരിയിൽ തകർന്നു കിടക്കുന്ന 3 സഹോദരങ്ങളുടെ സ്റ്റോറി നമുക്കറിയാം. So if you saw yourself with your eyes or knew yourself with your judgment, the fear of your adventure would counsel you to a more equal enterprise. So this is Shakespeare in English. വളരെ ഡെപ്തായിട്ടുള്ള ലാംഗ്വേജ്, അതായത് ലാംഗ്വേജിനേക്കാൾ ഉപരി ഓരോ ലൈനിലും സീലിയാണ് സംസാരിക്കുന്നതെങ്കിലും ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് വളരെ ഫിലോസഫിക്കലായിട്ടാണ് സംസാരിക്കുന്നത്. അവൾ പറയുകയാണ്, നിൻ്റെ കണ്ണുകൊണ്ട് നീ കാണുകയും നിൻ്റെ ബുദ്ധി കൊണ്ട് നീ അളക്കുകയും ചെയ്താൽ ദ ഫിയർ ഓഫ് യുവർ അഡ്വഞ്ചർ വുഡ് കൗൺസിൽ യു ടു മേക്ക് മോർ ഈക്വൽ എൻ്റർപ്രൈസ്. നിൻ്റെ സാഹസത്തിൻ്റെ ഭയം, നിൻ്റെ സാഹസത്തിലേക്ക് നീ നീങ്ങുന്നതിൻ്റെ ഭയം നിന്നെ ഉപദേശിക്കും. എന്തിനാണ്? ഇനിയും കൂടുതൽ ഈ ഒരു യുദ്ധത്തിലേക്ക് പോകണ്ട. വി പ്രേ യു ഫോർ യുവർ ഓൺ സേക്ക്. ഇവിടെ പ്രേ യു എന്ന് പറഞ്ഞാൽ വി റിക്വസ്റ്റ് യു എന്നാണ്. ദിസ് ഈസ് ആൻ ഓൾഡ് ഫോം ഓഫ് ഇംഗ്ലീഷ്. പ്രേ എന്നുള്ളത് ഇവിടെ ഓൾഡ് ഇംഗ്ലീഷ് വേർഡായിട്ടാണ്. വി പ്രേ യു ഫോർ യുവർ ഓൺ സേക്ക് ടു എംബ്രേസ് യുവർ സേഫ്റ്റി ആൻഡ് ഗിവ് ഓവർ ദിസ് അറ്റംപ്റ്റ്. To embrace your own safety, to make sure on your safety. നിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തിയതിന് ശേഷം നീ എന്ത് ചെയ്യുക? ഈ അറ്റംപ്റ്റിൽ നിന്ന്, ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറുക.